എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ടെലിഗ്രാം ലിങ്കിൻ്റെ കാര്യം അതുപോലെ തന്നെ PDF ഷെയർ ചെയ്യുന്ന കാര്യം സംസാരിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് പേര് എന്നോട് പറഞ്ഞിരുന്ന ചില PDFകൾ ആവശ്യമാണ് വേണം എന്നൊക്കെ. പക്ഷേ ശരിക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്കാണ്. ഞാനത് അത്രയധികം ശ്രദ്ധിക്കാൻ എനിക്ക് കഴിഞ്ഞ മാസം പറ്റിയില്ല. കാരണം കഴിഞ്ഞ മാസം എന്തൊക്കെയോ ഹെൽത്ത് ഇഷ്യൂസും പ്രശ്നങ്ങളും ഹോസ്പിറ്റലൈസേഷനൊക്കെ ആയിട്ട് അങ്ങനെ പോയി. അതുകൊണ്ട് തന്നെ വീഡിയോസ് താരതമ്യേന വളരെ കുറവാണ് ഈ കഴിഞ്ഞ മാസം ഇട്ടത്, ഈ മാർച്ച് മാസം. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണമാണ് ഞാൻ പിന്നെ എൻ്റെ മടിയാണ്. ഞാൻ നാളെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു ചെറിയൊരു കാര്യമായിരുന്നു. പക്ഷെ അത് വിട്ടുപോയി. അപ്പോൾ അത് പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. മാത്രമല്ല പുതിയൊരു ടെലിഗ്രാം ലിങ്കിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ ഇട്ടിട്ടുണ്ടാവും, നിങ്ങൾ നോക്കണം. അതിലാണ് ഇനി PDF നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനി മുതലുള്ള എല്ലാ വീഡിയോസിൻ്റെയും മാക്സിമം ഞാൻ ചെയ്യുന്ന എൻ്റെ ഞാൻ ടൈപ്പ് ചെയ്യുന്ന വീഡിയോസിൻ്റെ അതായത് PDFs ഞാൻ എന്തായാലും ഷെയർ ചെയ്യും. മാത്രമല്ല ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസ്ക്ലെയിമർ എന്ന് പറയുന്നത് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. മാത്രമല്ല അക്ഷരത്തെറ്റുകൾ എന്തായാലും ഉണ്ടാവും. കാരണം വളരെ പെട്ടെന്ന് ടൈപ്പ് ചെയ്ത് മലയാളം കീബോർഡ് വെച്ച് ടൈപ്പ് ചെയ്യല്ലേ, അപ്പോൾ എന്തായാലും അക്ഷരത്തെറ്റുണ്ടാവും. അങ്ങനത്തെ ഡിസ്ക്ലെയിമേഴ്സ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തിയിട്ട് വേണം. അതായത് ഇങ്ങനത്തെ കാര്യങ്ങൾ ഉറപ്പ് വരുത്തണം. നിങ്ങൾ പഠിക്കുന്ന സമയത്തൊക്കെ അക്ഷരത്തെറ്റുകൾ ഉറപ്പായിട്ടുണ്ടാവും. അതിൻ്റെ കൂടെ ഈ പറയുന്ന ഫാക്ച്വലി എല്ലാം ശരിയായിരിക്കും എന്ന വിശ്വാസത്തിലാണ്. അപ്പോൾ ഒരു ട്രൂ ഫെയ്ത്തിലാണ് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് എന്തൊക്കെ പറഞ്ഞാലും ശരി അതിനൊരു ഒരു ക്രോസ് ചെക്ക് ഉണ്ടാവണം ചില കാര്യങ്ങളിൽ. അപ്പോൾ എന്തായാലും PDF ഷെയർ ചെയ്യും. അതുപോലെ തന്നെ കാരണം ഒരു മിസ്റ്റേക്ക് ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ഡിസ്ക്ലെയിമർ പറയുന്നത്. കാരണം ഒരു മാർക്ക് പോലും പോകരുത് എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പം 100% ഉറപ്പ് വരുത്തിയിട്ടേ ചില കാര്യങ്ങൾ ചെയ്യുള്ളൂ. പക്ഷേ ഒരു ഹ്യൂമൻ എററിൻ്റെ സാധ്യതയുണ്ട്. അപ്പോൾ PDF എടുത്ത് പഠിക്കുമ്പോൾ അങ്ങനെ ഒരു റിസ്ക് ഉണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ക്ലിയർ ചെയ്തിട്ട് ഞാൻ തരും. എന്നാലും സംശയമുള്ളത് എന്നോട് പറയണം. മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാൻ ഞാൻ റെഡിയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്നെ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ ടെലിഗ്രാം ചാനലിൻ്റെത് PSC കേരള ഫോർ യു എന്ന് പറയുന്നൊരു ടോപ്പ് റാങ്കിൻ്റെ ചാനലിൻ്റെ പേര് ഇതാണ്. PSC കേരള ഫോർ യു ടോപ്പ് റാങ്ക് എന്നാണ് ടെലിഗ്രാം ചാനലിൻ്റെ പേര്. അപ്പോൾ ഇതാണ് ഇന്ന് പറയാൻ ഉദ്ദേശിച്ച കാര്യം. അതുകൊണ്ട് ഒന്ന് PDF-ലെ മിസ്റ്റേക്കുകൾ നമ്മൾ ജോയിൻ്റ്ലി കറക്റ്റ് ചെയ്യണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ. രണ്ട്, ഈ പറയുന്ന അക്ഷരത്തെറ്റുകൾ വളരെ സ്പീഡിൽ ടൈപ്പ് ചെയ്യുന്നതായതുകൊണ്ട് ഉണ്ടാവും. അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ ഈ കാര്യങ്ങൾ ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് ഈ വീഡിയോ. ബൈ, ടേക്ക് കെയർ. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം. അതിനനുസരിച്ച് ഇനി PDFകൾ അതിലേക്ക് പിൻ ചെയ്തിട്ടേക്കാം. അപ്പോൾ ബൈ, ടേക്ക് കെയർ. ഈ ടെക്നോളജിയായി ബന്ധപ്പെട്ട കാര്യങ്ങളോട് അധികം താല്പര്യം. കാരണം ഇപ്പോൾ ഇത്രയധികം വീഡിയോ ചെയ്തിട്ടും ഞാനൊരു ഫോണിൽ റെക്കോർഡിംഗ് ഡിവൈസ് പോലും ഞാൻ പുതിയതായിട്ട് വാങ്ങിയിട്ടില്ല. വാങ്ങാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ സൊഫിസ്റ്റിക്കേഷൻ അധികം ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി കുറച്ചും കൂടെ മുമ്പോട്ട് പോകുമ്പോൾ കുറേ കൂടെ ക്ലാരിറ്റിക്കൊക്കെ വേണ്ടി ചിലപ്പോൾ ചെയ്യുമായിരിക്കും. പക്ഷെ എന്നാലും ഞാനൊരു ഫോണും ലാപ്ടോപ്പും വെച്ച് മാത്രമാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്കൊരു ടെക് സാവി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ട് മാനസികമായിട്ടുണ്ടെന്ന് തോന്നുന്നു, ഒരു കോംപ്ലിക്കേഷൻ. അതുകൊണ്ടാണ് ചെയ്യാത്തത്. ഇനി മുതൽ കുറേയും കൂടെ ക്ലാരിറ്റി കൂട്ടാനും അതുപോലെ തന്നെ വോയിസ് റെക്കോർഡിങ്ങിൽ ക്ലാരിറ്റി വർദ്ധിപ്പിക്കാനൊക്കെ കാര്യങ്ങൾ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജികൾ, ഒരു മൈക്കോ എന്തെങ്കിലുമൊക്കെ, അതൊരു സോഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജി അല്ലെന്നറിയാന്നാലും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് റിസോർട്ട് ചെയ്യാണ് കുറച്ചും കൂടെ ക്ലാരിറ്റിയും ഭംഗിയൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ എന്തായാലും PDF-ൻ്റെ കാര്യത്തിൽ തീരുമാനമായി ഞാൻ വിചാരിക്കുന്നു. ബൈ, ടേക്ക് കെയർ.